ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ മാറ്റങ്ങളാണ് ഇത്തവണ റയലിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പുറത്തു പോയിട്ടുണ്ട്. പകരം സാബി അലോൺസോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ച്, വാസ്കസ്, ജീസസ് വല്ലേഹോ എന്നിവരൊക്കെ ക്ലബ്ബ് വിടുകയാണ്. അതേസമയം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ക്ലബ്ബിലേക്ക് എത്തുകയാണ്. ഹുയിസണെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൽവരോ കരേരസ് കൂടി റയലിലേക്ക് എത്തും എന്നുള്ളതാണ്. ഏതായാലും മറ്റു ചില താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് റയൽ താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. അത് ഓരോന്നായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. റോഡ്രിഗോയുടെ കാര്യത്തിലേക്ക് വരാം. വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പാണ് റോഡ്രിഗോയുടെ ഭാവി നിർണ്ണയിക്കുക. റയലിൽ തുടരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തൽ അനിവാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിൽക്കുന്ന കാര്യം റയൽ പരിഗണിക്കും. ഇനി രണ്ടാമത്തെ താരം അത് ഡാനി സബയോസ് ആണ്. മോഡ്രിച്ച് ക്ലബ്ബ് വിട്ടത് കൊണ്ട് തന്നെ സബയോസിനെ റയൽ കൈവിടാൻ സാധ്യതയില്ല. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ അദ്ദേഹം പോവില്ല എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇനി മൂന്നാമത്തേത് രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് ഫ്രാൻ ഗാർഷ്യ അതുപോലെ തന്നെ ഫെർലാൻഡ് മെൻഡി. ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനത്തിന്റെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന്റെ ബോർഡ് അവർ ഒട്ടും സംതൃപ്തരല്ല. ഇവരെ ഒഴിവാക്കാൻ ക്ലബിന് താല്പര്യമുണ്ട്. എന്നാൽ ഈ രണ്ട് താരങ്ങൾക്കും ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല എന്നാണ് മാർക്ക പറഞ്ഞു വെക്കുന്നത്. നാലാമത്തേത് ഗോൾ കീപ്പറായ ആൻഡ്രേ ലുനിനാണ്. ഈ ഗോൾ കീപ്പർക്ക് ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് താല്പര്യം. എന്നാൽ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ലുനിന്റെ ഏജന്റ് അത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അഞ്ചാമത്തേത് ചുവാമെനിയാണ്. ഈ മധ്യനിര താരത്തെ കൈവിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഈ താരം നിലവിൽ അൺടച്ചബിൾ ആണ്. അതായത് ഇദ്ദേഹത്തെ നിലനിർത്താൻ റയൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചുവാമിനി എന്തായാലും അടുത്ത സീസണിൽ ഉണ്ടാകും. ഇനി അടുത്ത താരം അത് ആർദ ഗുലറാണ്. ഈ താരവും അൺടച്ചബിൾ ആണ്. സാബി അലോൺസോക്ക് കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഈ താരത്തിന് വഹിക്കാനുണ്ടാകും എന്നുള്ളതാണ്. ഇത്രയും വിവരങ്ങളാണ് മാർക്ക നൽകിയിട്ടുള്ളത്. ഏതായാലും ഫ്രാൻ ഗാർഷ്യ അതുപോലെ തന്നെ ഫെർലാൻഡ് മെൻഡി ഈ രണ്ട് താരങ്ങളെയും ഒഴിവാക്കാൻ ഇപ്പോൾ ക്ലബ്ബ് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.